കേരളത്തിൽ നിന്നുള്ള 900-ലധികം മത്സ്യത്തൊഴിലാളികൾക്ക് ആഴക്കടൽ രക്ഷാദൗത്യത്തിനുള്ള ശാസ്ത്രീയ പരിശീലനം നൽകുകയാണ് കേന്ദ്രസ്ഥാപനമായ ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ്. 2019 പ്രളയശേഷം സ്റ്റൈപ്പൻഡോടുകൂടിയാണ് ബാച്ചുകളായി തിരിച്ച് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ ഗോവയിലെത്തിച്ച് പരിശീലനം നൽകുന്നത്. കേരളത്തിൽ നിന്നുള്ള 37 അംഗ സംഘം ഗോവയിൽ പരിശീലനം നടത്തുന്നതിൻ്റെ വിശേഷങ്ങളിലേക്ക്. കേരളത്തിന്റെ രക്ഷാസേന എന്ന് വിശേഷിപ്പിക്കാവുന്ന മത്സ്യത്തൊഴിലാളികളാണ് എന്നോടൊപ്പം ഉള്ളത്. ഇവർ ഉള്ളത് കേരളത്തിലല്ല, ഗോവയിലാണ്. ഗോവയിൽ വിദഗ്ധ പരിശീലനത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന മത്സ്യസംഘമാണ് ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നത്. അവർ വിദഗ്ധമായിട്ടുള്ള പരിശീലനം നേടുന്നതിന് വേണ്ടി ഗോവയിലേക്ക് എത്തിയതാണ്. കേന്ദ്ര സർക്കാരിന്റെ മത്സ്യത്തൊഴിലാളികൾക്ക് വിദഗ്ധമായിട്ടുള്ള പരിശീലനം, ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകുന്നതിന് വേണ്ടി ഗോവയിൽ എത്തിയിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് പരിശീലനം നൽകുന്ന ആൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് തരത്തിലുള്ള പരിശീലനമാണ് ഇവിടെ നൽകുന്നത്? എത്ര കാലയളവിലാണ് ഇങ്ങനെ കേരളത്തിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെയൊക്കെ ഇവിടെ എത്തിച്ച് പരിശീലനം നൽകുന്നത്? നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള 38 ഉദ്യോഗാർത്ഥികൾക്കാണ് ഇവിടെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സീ റെസ്ക്യൂവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ ട്രെയിനിങ്ങാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ട്രെയിനിങ്ങിന് സ്വീകരിച്ചിട്ടുള്ളത്. സീ റെസ്ക്യൂവിൽ ഏകദേശം ഒത്തിരി രക്ഷാപ്രവർത്തനങ്ങൾ അതിലുണ്ട്. ഇവരെല്ലാം ഇവിടെ കൃത്യമായിട്ട് തന്നെ ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് വലിയ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. വിദഗ്ധമായിട്ടുള്ള പരിശീലനം, ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം, അത് കഴിഞ്ഞ് അവിടെ കേരളത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ അത് മത്സ്യബന്ധന മേഖലയിൽ മാത്രമല്ല, അത് അനുബന്ധമായിട്ടുള്ള ഈ പ്രളയമടക്കമുള്ള സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ പോലും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഉതകുന്ന രീതിയിലാണ് ഈ പരിശീലനം നൽകുന്നത് അല്ലേ? കൃത്യമായിട്ടും അത് തന്നെ. ഏത് പ്രതിസന്ധിയും, കടലിലായാലും കരയിലായാലും ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള ഒരു ട്രെയിനിങ്ങാണ് ഇവിടെ 15 ദിവസത്തെ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ പൂർണ്ണമായും അവരുടെ ശാരീരിക ക്ഷമത പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ എത്താറുള്ളത്. അതിൽ വിജയിക്കുന്നവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾ കൊടുക്കുന്നത്. അത് ലോക നിലവാരത്തിലുള്ള ഇന്റർനാഷണൽ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇത് അവരുടെ പ്രാദേശിക തലത്തിലും അവരുടെ വ്യക്തി ജീവിതത്തിലും വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു ട്രെയിനിങ് ആണ് ഇതായിട്ട് കാണുന്നത്. ഓരോ കോഴ്സിന്റെ സമയത്തും എത്ര സംഘത്തെയാണ് ഇവിടേക്ക് എത്തിച്ച് പരിശീലനം നൽകുന്നത്? അവരുടെ പരിശീലന കാലയളവ്, ഒപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്ര നാളാവും? മിനിമം 12 പേരുണ്ടാവണം ഒരു ട്രെയിനിങ് എന്നാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ അറിയിച്ചത്. നേരത്തെ നമ്മൾ 20-ൽ കൂടുതലുള്ള മെമ്പേഴ്സ് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പും ഒരു 10-35 പേരുടെ ട്രെയിനിങ് ആണ് നല്ല രീതിയിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഉണ്ട്. അത് 2 വർഷം കൂടുമ്പോൾ റിന്യൂ ചെയ്യണമെന്നാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാലും വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ട്രെയിനീസ് എല്ലാം നിൽക്കുന്നത്. ഇപ്പോൾ എത്ര പേരടങ്ങുന്ന? 13 പേരടങ്ങുന്ന. ഇപ്പം നമ്മൾ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള 38 പേരാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ 2 പേരാണ് അക്കമ്പനിങ് ഓഫീസർ. അപ്പോൾ 15 ദിവസം ട്രെയിനിങ്ങിൽ നമ്മൾ 1-ാം തീയതി നമുക്ക് തീരും. നമ്മൾ 1-ാം തീയതി ഇവിടെ നിന്ന് റിലീവ് ആവും. എങ്ങനെയുണ്ട് ഇവിടുത്തെ പരിശീലനമൊക്കെ? കേരളത്തിൽ ഒരു വലിയ പ്രളയം വന്നപ്പോൾ നിങ്ങളായിരുന്നു ആ പ്രളയ മേഖലകളിലേക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയ കേരളത്തിന്റെ രക്ഷാസേന എന്ന് തന്നെ വിശേഷിപ്പിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേഖലയ്ക്ക് മത്സ്യബന്ധന തൊഴിലാളികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതി എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ സവിശേഷ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ സഹായമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലാവും, തീർച്ചയായിട്ടും. ഈ ട്രെയിനിങ്ങിന് ശേഷം എല്ലാവരും വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധം. ഇപ്പോൾ 12 ദിവസം ക്ലാസ് ആകുന്നു. ഈ 12 ദിവസം കൊണ്ട് എന്തൊക്കെയാണ് പഠിച്ചെടുത്തത്? ഒരു ജീവൻ രക്ഷിക്കുക, മറ്റ് ബോധമില്ലാത്ത ആളെ കരയിലായാലും കടലിലായാലും അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കരകയറ്റാനുള്ള ട്രെയിനിങ്. ഒരു മത്സ്യബന്ധന തൊഴിലാളി എന്ന നിലയിൽ, അല്ലെങ്കിൽ മത്സ്യ മേഖലയോട് അടുത്ത് ജീവിക്കുന്ന ആളെന്ന നിലയിൽ സ്വാഭാവികമായും ജനിക്കുമ്പോൾ മുതൽ കുറച്ച് കാര്യങ്ങൾ കടലുമായി ബന്ധപ്പെട്ട് അറിയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഇവിടേക്ക് എത്തുന്നത്. അങ്ങനെ പഠിച്ചെടുത്ത കാര്യങ്ങളെ പറ്റി പറയാൻ പറഞ്ഞ എന്തൊക്കെയായിരിക്കും? നമ്മൾ ഇതിന്റെ ബേസിക് ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടെക്നിക്സ് അതൊക്കെ ഇവിടെ വന്നിട്ട് സാർമാരുടെ കീഴിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഒരാൾക്ക് അപകടം പറ്റിയില്ല, അബോധാവസ്ഥ, നമുക്ക് CPR എങ്ങനെ കൊടുക്കണം എന്നറിയില്ല. അവർക്ക് കൃത്രിമശ്വാസം കൊടുക്കുക. പക്ഷെ അതിൻ്റെ പ്രൊസീജിയറൊക്കെ ഇവിടുന്ന് സാർമാരുടെ കീഴിലാണ് നമ്മൾ പഠിച്ചെടുത്തത്. അത് കടലിൽ മാത്രമല്ല, നമുക്ക് കരഭാഗത്ത് നിന്ന് തന്നെ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് വന്ന പെട്ടെന്ന് ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, അതായത് പാമ്പടിയുടെ ഒരു വ്യക്തിയെ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു, അങ്ങനത്തെ ഒരുപാട് നമുക്ക് ഇവിടെ വന്നപ്പോൾ അറിയാൻ പറ്റിയത്. അപ്പം വ്യക്തമായി നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റിയത് ഈ കോഴ്സ് ഇവിടെ ചെയ്തുകൊണ്ടാണ്. വളരെ ഗുണകരമായിട്ടുള്ള ഒരു കോഴ്സാണ് ഇത്. നിങ്ങൾ നിങ്ങളുടെ മേഖലയിലേക്ക് എത്തി മറ്റുള്ള ആളുകൾക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ വലിയൊരു പ്രചാരണം ഇതിന് ലഭിക്കുന്നു. വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഉണ്ടാകും. കാരണം നമുക്ക് അറിയാത്തൊരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അത് നമുക്ക് നമ്മുടെ സാറുമാരെ കീഴിൽ പഠിച്ചെടുത്തു. ഇപ്പം നമ്മൾ നമ്മുടെ അനിയന്മാർക്ക് കയ്യിൽ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേർക്ക് നമുക്ക് പഠിച്ചു, അവരെ കീഴിൽ മറ്റുള്ളവർ, അത് ഒരുപാട് പേരിലെത്തുമ്പോൾ ഈ അപകട സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്കും അതേമാതിരി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. 800ഓളം മത്സ്യത്തൊഴിലാളികളാണ് ഇതിനോടൊപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള പരിശീലനം ഇവിടെ വന്ന് നേടിയെടുത്തത്. അത് മത്സ്യബന്ധന മേഖലയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ കാലാവസ്ഥാ പരിസ്ഥിതി സംവിധാനത്തിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക്, മറ്റ് സാധാരണ മനുഷ്യ ജീവനുകളൊക്കെ രക്ഷിക്കുന്നതിന് ഉതകുന്ന
പരിശീലന വൈദഗ്ധ്യമാണ് ഇവർ നേടുന്നത്. അതുകൊണ്ട് തന്നെ അത് കേരളത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗോവയിൽ നിന്ന് മിഥുൻ മുരളി.